ഹായ് ഫ്രണ്ട്സ്, തൊലിയൊക്കെ കറുത്ത് പോയ ഏത്തപ്പഴം കയ്യിലുണ്ടെങ്കിൽ 2 മതി ഇതുപോലൊരു പുതിയൊരു ടേസ്റ്റുള്ളൊരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഗസ്റ്റിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് സ്റ്റാർ ആകാം. ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റിൻ്റെ കൂടെ ലഡുവിൻ്റെ ടേസ്റ്റ് കൂടി വരുമ്പോഴുള്ള ഒരു പുതിയ ടേസ്റ്റ് ഉണ്ടല്ലോ, അതുപോലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. ഇത് ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റാണെന്ന് ആരും പറയുകയില്ല. അതേപോലുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. 3-4 ദിവസം കേടാകാതെ സൂക്ഷിക്കാം. വളരെ ഹെൽത്തിയുമാണ്. റെസിപ്പിയിലേക്ക് പോകാം. തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലതുപോലെ പഴുത്തുപോയ 2 ഏത്തപ്പഴമാണ്. ഇത് കുക്കറിൽ വെയിറ്റ് ഇടാതെ ആണ് പുഴുങ്ങിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ അല്ലാതെ ആവിയിൽ പുഴുങ്ങിയെടുത്താലും മതി. ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലൊരു ഫോർക്ക് കൊണ്ട് ഉടയ്ക്കുകയാണെങ്കിൽ നല്ലപോലെ ഉടഞ്ഞു കിട്ടും. മിക്സിയിൽ വെച്ച് അരച്ചെടുക്കരുത്, ഇതുപോലെ പൊടിച്ച് തന്നെ എടുക്കണം. ഇനി ഇതുപോലൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 കപ്പ് തിരുവിയ തേങ്ങ കൂടി ചേർക്കാം. നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഏകദേശം 1 കപ്പ് ഉണ്ടാകും, അതുകൊണ്ടാണ് 1 കപ്പ് തേങ്ങ എടുത്തിരിക്കുന്നത്. ഈ അളവുകളൊക്കെ ഏകദേശ കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മധുരം ഇത് കറക്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ മിക്സ് ആ പാനിൽ നന്നായിട്ടൊന്ന് പരത്തി വയ്ക്കുക. 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം വീണ്ടും ഇളക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ആവർത്തിക്കുക. നമ്മുടെ പഴം മിക്സ് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കുറച്ച് സമയം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഏത്തപ്പഴം ഏകദേശമൊക്കെ ഒന്ന് മുരിഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇത് നിങ്ങൾ തിരിച്ചിങ്ങനെ കോരിയെടുത്ത് വീണ്ടും മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു സൈഡ് ചെറിയ ചുമന്ന കളറിൽ മുരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പഴം മിക്സ് 3-4 ആവർത്തി ഇതുപോലെ പരത്തി ഒന്ന് മുരിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നെയ്യ് ഒഴിച്ച് മാത്രമാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത്, വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത്. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്, കടലമാവ്. അപ്പോൾ ഈ കടലമാവ് ചേർത്ത് നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വഴട്ടി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി മാവ് ചെറിയൊരു ചുവന്ന കളറിൽ വരുമ്പോഴേക്കും അതിൻ്റെ എണ്ണയൊക്കെ വിട്ട് വരും. കണ്ടോ, അതിലേക്ക് നമ്മുടെ പഴം മിക്സ് ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ഈ കടലമാവ് കൂടി ചേർക്കുമ്പോഴാണ് ഈ പഴം മിക്സിന് ലഡുവിൻ്റെ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടി ഈ പഴം മിക്സിനകത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പഴം മിക്സ് നന്നായി തണുത്ത് വരുമ്പോഴേക്കും അത് കുറച്ചുകൂടി കട്ടിയാവും. ഇനി നമുക്കിത് ബോൾ പിടിക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ബോൾ പോലെ ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ സ്ക്വയർ പോലെ ഒന്ന് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ കട്ട്ലറ്റ് പോലെ പരത്തിയെടുക്കാം. ഞാനിവിടെ ഒരു ബോൾ പോലെ ഒന്ന് പരത്തിയിട്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി എടുക്കുകയാണ്. ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ഇതുപോലെ സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി വയ്ക്കാം. നല്ലപോലെ ഇത് പിന്നെ സിലിണ്ടർ പോലെ കനം കുറയ്ക്കരുത്. കണ്ടോ, ഇതുപോലെ ഈ കനമൊക്കെ മതി. അങ്ങനെ ഇതെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ ഇതെല്ലാം നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ സ്വീറ്റ്സ് എല്ലാം അതിലേക്ക് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആ പാൻ ഇതുപോലെ ഒന്ന് പതുക്കെ കുലുക്കി കൊടുത്താൽ മതി. ഒത്തിരി ബലത്തിലല്ല, ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ മതി. ഈ നമ്മുടെ സ്വീറ്റ്സ് എല്ലാം ഇങ്ങനെ കറങ്ങി കറങ്ങി എല്ലാ സൈഡും മുരിഞ്ഞ് കിട്ടും. കാരണം നിങ്ങൾക്ക് കാണാമല്ലോ അങ്ങനെ മുരിഞ്ഞ് കിട്ടുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡ് മുരിയാനുണ്ടെങ്കിൽ ഇതൊരു സ്പാച്ചിൽ കൊണ്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം നമ്മളിതുപോലെ മുരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, എത്ര കാണാൻ എന്ത് ഭംഗിയാണെന്ന്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾക്ക് ഇതുണ്ടാക്കി കഴിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ ഒരെണ്ണം മുറിച്ചും കൂടെ കാണിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഗസ്റ്റിന് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് വേറെ രീതിയിലും കൊടുക്കാം. കണ്ടോ മുറിച്ചപ്പോൾ എങ്ങനെയാണെന്ന്. നമുക്ക് കൊതി വരില്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി അല്പം അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കറുത്ത എള്ള് വേണമെങ്കിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഓരോ സ്വീറ്റ്സും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന്
കുലുക്കി കൊടുത്താൽ മതി. അതിൻ്റെ എല്ലാ സൈഡിലും ആ എള്ള് തനിയെ പിടിച്ചോളും. കുറേശ്ശെ എള്ള് ചേർത്തിട്ട് ഓരോന്നായിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പോൾ എള്ള് വേസ്റ്റ് ആവില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച 8 കഷ്ണങ്ങളിൽ നിന്ന് 4 എണ്ണം ഞാൻ ഇതുപോലെ എള്ള് ചേർത്ത് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 4 എണ്ണം അല്ലാതെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിലെ ടേസ്റ്റും നമുക്ക് അറിയാം. എള്ള് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി ഏതെങ്കിലും ഒരു ഗസ്റ്റിന് കൊടുത്തു നോക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവരുടെ മുമ്പിൽ സ്റ്റാർ ആകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.